വന്ദനങ്ങളെ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. മത പ്രമാണിത്വത്തിന് ഏറ്റവും ഭീഷണിയും വെല്ലുവിളിയും ഉയർത്തുന്ന ബൈബിൾ വാക്യമാണ് റോമാലേഖനം 5:18. ഈ വാക്യം വ്യാഖ്യാനിക്കുവാൻ, അത് പ്ലെയിനായിട്ട് ഗ്രഹിക്കുവാനല്ല, അതിനെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ വരുതിയിലാക്കാൻ ഇവാഞ്ചലിക്കൽ വേൾഡിലെ തിയോളജിയന്മാർ ധാരാളം വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, വളരെ അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ വ്യാഖ്യാന കസർത്തുകൾക്ക് വഴങ്ങാതെ ഇന്നും സത്യത്തിന്റെ പ്രഭ തൂകിക്കൊണ്ട് ആ വാക്യം അവിടെ നിൽക്കാം. നമുക്ക് ആ വാക്യത്തെ തുടങ്ങാം. റോമാലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകലംഘനത്താൽ, നിങ്ങൾ ബൈബിള് കയ്യിലെത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ. ഇപ്പൊ നമ്മൾ ഈ സുവിശേഷം പങ്കുവെക്കുമ്പോൾ സാധാരണ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി സുവിശേഷം പങ്കുവെക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ പാപികളാണ്. ജോർജ് ജോൺ വാണ്ട്സ് ടു ബി ഇൻ ദിസ് ലൈഫ്. റിയലി ആഗ്രഹിക്കുന്നതാണ് ഞാൻ ആഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ചിലരുടെ അബദ്ധം പറ്റി ഞെക്കുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് ജോയിൻ ചെയ്യേണ്ടവർ ദയവായി കമന്റ് എഴുതണം. അപ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. ജെന്യുവിൻ റിക്വസ്റ്റ് ആണ്. ധാരാളം പുതിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ വ്യാഖ്യാന കസർത്തുകൾക്ക് വഴങ്ങാതെ ഇന്നും സത്യത്തെ പ്രസരിപ്പിക്കുന്ന ഈ തിരുവെഴുത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ആ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രചരിപ്പിക്കാൻ ചെല്ലുന്ന ഒരു വ്യക്തി ഒരാളോട് ചെന്ന് ആദ്യം പറയുന്ന സദ്വർത്തമാനമല്ല, ദുർവർത്തമാനമാണ്. പറയുന്ന ഇതാണ്: നിങ്ങളൊരു പാപിയാണ്, നിങ്ങളൊരു പാപിയാണ്. അപ്പം അവർക്കറിയത്തില്ല, പൊതുവെ എല്ലാവരും പാപികളാണ്. ഇന്ത്യയിലെ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്, എല്ലാവരും പാപികളാണെന്ന്. അതുകൊണ്ട് കുറെയൊക്കെ വിജയിക്കും. അപ്പൊ ഏതായാലും നിങ്ങൾ പാപിയാണ്. അപ്പൊ അവർ ചിന്തിക്കുന്നത് അവർ പാപികളായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ പല തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നത് കൊണ്ട് അവർ പാപികളാണ്. പക്ഷെ അതുകൊണ്ടല്ല. നിങ്ങൾ ആദാം ഒരു പാപം ചെയ്തതിനാൽ അതിന്റെ ഫലമായി നിങ്ങളെല്ലാം പാപികളായിരിക്കുന്നു. അപ്പോ അതിനുശേഷമാണ് പറയുന്നത് അതിന്റെ ഒരു പരിഹാരം. ഇതെല്ലാം പഴയ കഥയാണ്. പഴയ കഥ എന്ന് പറഞ്ഞാല് 6000 വർഷം മുമ്പ് ആദാം ഒരു പഴം തിന്നു. അതിന്റെ പരിഹാരത്തിനായി 2000 വർഷം മുമ്പ് യേശു കർത്താവ് കുരിശിൽ മരിച്ചു. ഇതാണ് ഇവാഞ്ചലിക്കൽ വേൾഡ് അവതരിപ്പിക്കുന്ന സുവിശേഷം. ഇത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ കഴിയുകയില്ല. പിന്നെയും ഇതായിരിക്കും സുവിശേഷം എന്ന് കരുതി ചിലർ വിശ്വസിച്ചതായി നടിക്കുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഗ്ലോറിയസ് ഗോസ്പൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ സംസാരിക്കുന്ന ഈ ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പെന്റക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റിയലി ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചില ആളുകൾ ചോദിച്ചത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ. തിരിച്ചെന്നോട് റെക്കോർഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്നത്. കാരണം വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു മെസ്സേജ് അല്ല. എന്നാൽ യഥാർത്ഥ സദ്വർത്തമാനം സകല മനുഷ്യർക്കും, അതായത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ തിരുവെഴുത്ത്, ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ, കൺവിൻസിങ് ആണ്, ലോജിക്കൽ കൺസിസ്റ്റൻസി ഉള്ളതാണ്.
ഇവര് പറയുന്ന സുവിശേഷത്തിന് അപ്പൊ നിങ്ങൾ പാവിയായിരിക്കുന്നു, അത് ആദാം ഇങ്ങനെ പറയാം. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്ന സുവിശേഷം ഇറ്റ് ഈസ് കൺവിൻസിങ്. അതാണ് പറയുന്നത്, ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ. എങ്ങനെയാണത്? ഇൻവോളന്റിയർ ആയിട്ടാണ് പാപം മനുഷ്യകുലത്തിലേക്ക് പ്രവേശിച്ചത്. പ്രത്യേകിച്ച് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പോയി സ്വീകരിച്ചല്ല. ഇൻവോളന്റിയർലി ഇറ്റ് entered into humanity. അപ്പം ഈ ശിക്ഷാവിധി ഏകലംഘനത്താൽ ഈ ശിക്ഷാവിധി വന്നതുപോലെ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ. ഇപ്പൊ ഓൾ ഇൻക്ലൂസീവ് ആണ്. ഏതാണ് ശിക്ഷാവിധി? ഓൾ ഇൻക്ലൂസീവ് ആണ്. എല്ലാ മനുഷ്യരും ആദാമിന്റെ പാപനിമിത്തം എല്ലാ മനുഷ്യരും ശിക്ഷാവിധിയിലായിരിക്കുന്നു. ഓൾ ഇൻക്ലൂസീവ് ആണ്. അപ്പോ അവര് സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കാം, എല്ലാവർക്കും ശിക്ഷാവിധി വന്നത് ആദാം കാരണം. അപ്പൊ ഈ നാരായണൻ കുട്ടിക്ക് ശിക്ഷാവിധി വന്നത് ആദാം കാരണമാണ്. മുഹമ്മദ് കുട്ടിക്ക് ശിക്ഷാവിധി വന്നത് ആദാം കാരണമാണ്. ജോസ് കുട്ടിക്ക് ശിക്ഷാവിധി വന്നതും ആദാം കാരണം. നാരായണൻ കുട്ടിക്കും മുഹമ്മദ് കുട്ടിക്കും ജോസ് കുട്ടിക്കും ഒരുപോലെ ശിക്ഷാവിധി വന്നിരിക്കുന്നു. എന്താ കാരണം? ആദാമാണ്. അത് പറയും കറക്റ്റ് ആയിട്ട്. അടുത്ത അതിന്റെ സെക്കൻഡ് പാർട്ട് എന്നാ? സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. അപ്പൊ ആദാമ്യ പാപത്തിന്റെ കോൺസിക്വൻസസ് സകല മനുഷ്യരിലും ഉണ്ട്. അതാണ് പെന്തക്കോസ്റ്റൽ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. അത് തിരുവെഴുത്തുമായിട്ട് ഒത്തുപോകുന്നു. അങ്ങനെ തന്നെ നമ്മളിവിടെ കാണുന്നു. പക്ഷെ നിർഭാഗ്യകരമായ വസ്തുത അവർ ആ തിരുവെഴുത്തിന്റെ രണ്ടാം ഭാഗം പറയത്തില്ല എന്നുള്ളതാണ്. ഒന്നാം ഭാഗം ആദം പാപം ചെയ്തത് കൊണ്ട് സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. ആ വചനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ എഴുതിയിരിക്കുകയാണ്, അതുപോലെ തന്നെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പം വാട്ട് വാസ് ദ മിഷൻ ഓഫ് സൺ ഓഫ് ഗോഡ്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:8. അൺഡൂയിങ് ഓഫ് ആദം. ആദം എന്തെല്ലാം ചെയ്തോ, ആദം നിമിത്തം എന്തെല്ലാം കുരുക്കുകൾ മനുഷ്യകുലത്തിന് ചുറ്റി വരിഞ്ഞിരിക്കുന്നുവോ, ആ കുരുക്കുകളെ മുഴുവൻ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ കുരുക്കുകളെ മുഴുവൻ അഴിക്കുന്നതിൽ ദൈവപുത്രൻ വിജയിച്ചോ ഇല്ലയോ? വിജയിച്ചു എന്ന് ഈസ്റ്റേൺ തിയോളജി പറയുന്നു. ക്രിസ്റ്റസ് വിക്ടർ, ക്രിസ്തു ജയാളിയാകുന്നു. അത് ഓർത്തഡോക്സ് തിയോളജിയിൽ ക്രിസ്തു ജയാളിയാണ്. എന്നാൽ പാശ്ചാത്യ ദൈവശാസ്ത്ര ദർശനത്തിൽ ക്രിസ്തു ജയാളിയല്ല, ക്രിസ്തു ഏറെക്കുറെ പരാജിതനും ഭാഗിക വിജയിയുമാണ്. ഏറെക്കുറെ പരാജിതനും ഭാഗിക വിജയിയും മാത്രമായ ഒരു ക്രിസ്തുവിനെയാണ് പ്രസന്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പെന്തക്കോസ്റ്റൽ പ്രസംഗം കേൾക്കുകയോ നിങ്ങൾ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റേഴ്സിനോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ വിജയിയാണോ അല്ലയോ? ഓർത്തഡോക്സുകാർ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓർത്തഡോക്സുകാരുടെ കർത്താവ് വിജയിയാണ്, സമ്പൂർണ്ണ വിജയമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്റ്റിൽ കർത്താവ് പരാജിതനാണ്, ഭാഗിക വിജയിയാണ്, തന്റെ ദൗത്യത്തിൽ തോറ്റവനാണ്. അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പരാജിതനായ ഒരു ക്രിസ്തുവിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. കാരണം തിരുവെഴുത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അതുപോലെ തിരുവെഴുത്തിൽ പ്രയോജനമുള്ളത് പലതും നിങ്ങൾ മറച്ചു വെക്കുന്നു. അപ്പോസ്തലനായ പൗലൂസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലെ ഫെയർവെൽ സ്പീച്ചിൽ പറയുന്നുണ്ട്, ഞാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. അപ്പൊ പ്രയോജനമുള്ളത് മറച്ചു വെക്കുന്ന സുവിശേഷ പ്രചരണം. കാരണം തങ്ങളുടെ ലാഭേച്ഛ പോയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ യജമാനന്മാർ കോപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 16 വായിച്ചാൽ മതി.
അപ്പൊ തങ്ങളുടെ ലാഭേച്ഛ പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു കച്ചവട സാധ്യത ഈ പാശ്ചാത്യർ കാണുകയാണ്. പാശ്ചാത്യർ ആ കച്ചവട സാധ്യത കണ്ടതുകൊണ്ട് തിരുവെഴുത്തിനെ എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്തു. അപ്പൊ തിരുവെഴുത്തിനെ ഫിൽറ്റർ ചെയ്യാതെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലൂസിന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതപ്പെട്ട വാക്യങ്ങൾ വീണ്ടും ഒഴുകട്ടെ, നമുക്ക് വായിക്കാം. ഞാൻ പിന്നെയും പറയുന്നു, റോമാലേഖനം 5:18 വായിക്കുന്നത്. അതിങ്ങനെയാണ്: അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ. ഇപ്പൊ ഏക മനുഷ്യന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു എന്ന് ഇവർ സമ്മതിക്കും, ഇവർ പ്രസംഗിക്കും. ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നിരിക്കുന്നു. അപ്പൊ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ നീതീകരണം എങ്ങനെ വന്നു? ബൈ ഹൂ? നമ്മുടെ നീതീകരണം എങ്ങനെ വന്നു? റോമാലേഖനം ഞാൻ പിന്നെയും പറയുന്നു, ബൈബിൾ കയ്യിലെത്താവുന്ന ആളുകളൊക്കെ ബൈബിൾ തുറന്നു നോക്കണം. അപ്പം റോമാലേഖനമാണ് നമ്മൾ എടുത്തിരിക്കുന്ന 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം 18-ാമത്തെ വചനം നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. അപ്പോ 5:18 അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇനി ആ 5-ാം അധ്യായത്തില് അതിന്റെ തുടക്കം നമുക്ക് നോക്കാം. 1-ാം വാക്യം പറയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ഏത് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു? ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഇതാണ് തിരുവെഴുത്തിനെ കോട്ടിമാറ്റിയത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈഡ് ആകത്തക്ക വിധത്തിൽ, അതായത് നമ്മുടെ എല്ലാ പാപങ്ങളും മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോട് അറിവ് കൂടാതെയും വാക്കുകളാലും ചിന്തകളാലും വിചാരങ്ങളാലും മനോഭാവങ്ങളാലും പ്രവൃത്തികളാലും ഒക്കെ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കതായ അതിന് അത്രമാത്രം ശക്തിയുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടും. ഇതാണ് ഇവാഞ്ചലിക്കൽ വേൾഡ് ലോകത്തിന് സമ്മാനിച്ച ദുരുപദേശം. നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ കഴിയും. വിശ്വസിക്കൂ, വിശ്വസിക്കൂ, വിശ്വസിക്കൂ. ഇതാണ് അവർ പ്രസംഗിച്ചത്. എന്നാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്? ദുരുപദേശം പറയുന്നു നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നീതീകരിക്കപ്പെട്ടവരല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ. അപ്പൊ ഇവരോട് ചോദിക്കണം, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണോ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണോ? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണോ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണോ? അത് രണ്ടും കണ്ട. അപ്പൊ ചോദിക്കണം, ഏതാ വിശ്വസിക്കും? ഇവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആരുടെ വിശ്വാസമാണ്? നമ്മുടെ വിശ്വാസം നമ്മളെ നീതീകരിക്കാൻ പര്യാപ്തമാണോ? കേവലമായ ഒരു വിശ്വാസത്താൽ ഞാൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നീതീകരണം വരുന്നത്? ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിപ്പോയില്ല, എല്ലാവരും അവിടെ തന്നെ കാണണം. അപ്പൊ റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ബൈബിൾ കൈകളിൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ. അപ്പൊ ആ 5-ാം അധ്യായം വായിച്ചിട്ട് അതിന് തൊട്ടു പുറകിലത്തെ ഒരു വാക്യം വായിക്കാം. ഈ 5-ന്റെ തൊട്ടു പുറകിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ.
അപ്പോ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. ഇപ്പം വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. നമ്മുടെ നീതീകരണത്തിനായി കർത്താവിനെ ഉയർപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ നീതീകരണത്തിന്റെ ആക്ട് എന്താണ്? ദാറ്റ് ഈസ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ നീതീകരണം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ നീതീകരണം. നമ്മുടെ നീതീകരണം അവിടെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നമ്മുടെ നീതീകരണം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആരുടെ വിശ്വാസത്താലാണ് സംഭവിച്ചത്? നമ്മുടെ വിശ്വാസം കൊണ്ടാണോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്? നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടാണോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. ക്രിസ്തു തന്റെ പ്രാണനെ എന്ത് ചെയ്തു? തന്റെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. അപ്പൊ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലനായ പത്രോസ് പറയാണ്, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പൗലൂസ് പറയാണ് റോമാലേഖനം 8 പരിശുദ്ധാത്മാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തു തനിയെ ഉയർത്തെഴുന്നേറ്റു. ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ട്രിനിറ്റി. പത്രോസ് ശ്ലീഹ പറയുന്നു പിതാവ് ഉയർപ്പിച്ചു. പൗലൂസ് ശ്ലീഹ പറയുന്നു പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. യോഹന്നാൻ ശ്ലീഹ പറയുന്നു യേശു പുത്രൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ആക്ട് ഓഫ് റിസറക്ഷൻ, ആ റിസറക്ഷൻ എന്ന മഹാസംഭവത്തിൽ ത്രിത്വത്തിന്റെ പങ്കാളിത്തം അവിടെ കാണിക്കുകയാണ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ ആക്ടാണ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉത്ഥാനമാണ് മനുഷ്യവർഗത്തിന്റെ നീതീകരണം. മുഴു മനുഷ്യകുലത്തിന്റെയും നീതീകരണം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം, അതാണ് ഗ്ലാഡ് ന്യൂസ്, അതാണ് സദ്വർത്തമാനം. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്താലല്ല നമ്മൾ നീതീകരിക്കപ്പെടും. നമുക്ക് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് നീതീകരിക്കപ്പെടാൻ കഴിയുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വളരെ ഫേമസ് ആയ വാക്യമാണ് 2:8. അവിടെ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദൈവത്തിന്റെ ദാനമത്ര. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. Salvation is a free gift of God. Salvation is നിങ്ങൾ പറഞ്ഞോളൂ, സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് നിനക്ക് കിട്ടി, അഹങ്കരിക്കരുത്. അത് വേറൊരാൾക്കും കൂടെ കിട്ടും എന്ന് ഞാൻ പറയുമ്പോൾ നീ എന്തിനു അസ്വസ്ഥപ്പെടുന്നു? ദൈവത്തിന്റെ സൗജന്യ ദാനമായ രക്ഷ നിനക്ക് കിട്ടി, വെരി ഗുഡ്, കൊള്ളാം. പക്ഷെ അത് മറ്റവനും കിട്ടും, അവനും ഉള്ളതാണെന്ന് പറയുമ്പോ നീ എന്തിനു അസൂയപ്പെടുന്നു? എന്തിനു വടിയും വാളും എടുക്കുന്നു? എന്തിന് എന്നെ ഉപദ്രവിക്കാൻ വരുന്നു? ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുണ്ടോ? ദൈവം ചോദിക്കുക, കർത്താവ് ചോദിക്കുക, ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുണ്ടോ? Am I too good? ദൈവം ചോദിക്കണം, ഞാൻ കൂടുതൽ നല്ലവനാണോ? അധികമായി നല്ലവനായി പോയോ? നിനക്ക് അസൂയ വരുന്നുണ്ടോ? അപ്പൊ ദൈവം നല്ലവൻ. പഴയ നിയമ ഇസ്രായേൽ ദൈവത്തെ ആരാധിച്ച് എങ്ങനെയാണ്? യഹോവ നല്ലവനല്ലോ, അടുത്ത് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതാണ് വർഷിപ്പിന്റെ അവരുടെ സ്ലോഗൻ. അതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചത്. അത് നിങ്ങൾക്ക് ഇന്നും ആവർത്തിക്കാം. നിങ്ങളുടെ വർഷിപ്പിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ലോഗനാണ്. റിപ്പീറ്റ് ചെയ്ത് ഇസ്രായേൽ പറയുമായിരുന്നു,
അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മേഘം പോലെ ദൈവ തേജസ് പഴയ നിയമ ദൈവാലയത്തിൽ അങ്ങ് ഇറങ്ങി വന്നിട്ട് ശലോമോൻ പറഞ്ഞ ആലയത്തെ ദൈവ തേജസ് നിറഞ്ഞു. പുരോഹിതന്മാർക്ക് ദൈവസന്നിധി നിൽപ്പാൻ പോലും കഴിയാതെ നിലം പതിച്ചു പോയ വിധത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോഴാണ് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 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 ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ദാറ്റ് ഈസ് ഗ്ലോറിയസ് സ്ലോഗൻ. ദൈവം നല്ലവൻ. കണ്ടീഷൻ പിശാച് വെക്കും. നോ 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 നോ, അങ്ങനെയല്ല, അത്രയ്ക്ക് നല്ലവനൊന്നും അല്ല. ദൈവം ചോദിക്കാണ്, ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? അപ്പൊ കണ്ണുകടിയുള്ളവർ, ദൈവത്തിന്റെ നന്മയിൽ കണ്ണുകടിയുള്ളവരുണ്ട്. ദൈവം നല്ലവനായതുകൊണ്ട് കണ്ണ് കടിക്കുന്നവരുണ്ട്. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, എല്ലാ കാലത്തും നല്ലവൻ. God is good all the time. God is good to all people. എല്ലാവർക്കും നല്ലവൻ. God is good to everyone. എല്ലാവർക്കും നല്ലവൻ. അപ്പൊ ദൈവം നല്ലവനാണ്. ആ നല്ലവനായ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിനാൽ മുഴു മനുഷ്യവർഗവും നീതീകരിക്കപ്പെട്ടു. മുഴു മനുഷ്യവർഗവും നീതീകരിക്കപ്പെട്ടു. മനസ്സിലായ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പൊ ആരുടെ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? അത് നമ്മളുടെ ഇൻഡിവിജ്വൽ ഫെയ്ത്ത് കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ വിശ്വാസത്തിന്റെ നായകൻ എന്ന് വിളിക്കുന്നത്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്, പക്ഷെ വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാമല്ല. കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ പല പാളിച്ചകളും ഉണ്ടായി, ബലഹീനതയുണ്ടായി, പിന്മാറ്റമുണ്ടായി, നുണ പറയേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല വീഴ്ചകളും അബ്രഹാമിനുണ്ടായി. അബ്രഹാം ഈസ് അവർ ഫാദർ ഇൻ ഫെയ്ത്ത്. ബിലീവേഴ്സ് എന്ന നിലയ്ക്ക് നമ്മുടെ ഫാദറാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവാണ്. കാരണം അതിന്റെ എല്ലാ ബലഹീനതകളും തന്നിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ നായകൻ, ഓതർ ഓഫ് ഫെയ്ത്ത്, ഓതർ ഓഫ് ഫെയ്ത്ത്, that is not Abraham, that is not Isaac, that is not Jacob, that is not Moses, that is not Elijah, that is Jesus Christ. യേശു ക്രിസ്തു ആണ് വിശ്വാസത്തിന്റെ നായകൻ. He is the author of faith. Author of faith യേശു ക്രിസ്തു ആണ്. And who is the finisher of faith? പൂർത്തി വരുത്തുന്നവനാരാണ്? അതും യേശുവാണ്. ഇനീഷ്യേറ്റർ, വിശ്വാസത്തിന്റെ നായകൻ, author of faith യേശു ക്രിസ്തുവാണ്. ജീവന്റെ നായകൻ, ഓതർ ഓഫ് ലൈഫ്, ബൈബിൾ നൽകുന്ന വിശേഷമാണ്. ഓതർ ഓഫ് ലൈഫ് യേശു കർത്താവാണ്. യേശു കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. ഹി ഈസ് ദ ഓതർ ഓഫ് ലൈഫ്, വിശ്വാസത്തിന്റെ നായകൻ. അപ്പൊ വിശ്വാസത്തിന്റെ നായകനായ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല, പൂർത്തി വരുത്തുന്നവനും അവൻ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിന്റെ നായകന് ഓതറും അവനാണ്, ഫിനിഷറും അവനാണ്. അവൻ തന്നെയാണ് വിശ്വാസത്തിന്റെ നായകൻ. അവൻ തന്നെയാണ് പൂർത്തി. നമുക്ക് പൂർത്തി വരുത്തിയേക്കാം എന്നല്ല, പൂർത്തി വരുത്തുന്നതും അവൻ തന്നെയാണ്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 25-ാം വാക്യം. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അതിന്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. സോ സിമ്പിൾ. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച അതേ ആശയമാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. ആദാമിൽ ചിലരല്ല, എല്ലാവരും മരിക്കുന്ന ആദാമിലാണ്, ആദാമി പ്രകൃതിയിലാണ്. അതെല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. അവിടെ പറയണം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും.
എന്നിട്ട് പറയുകയാണ്, അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പെടുത്തി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. അപ്പൊ സകലവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സകലവും എന്ന് തന്നെയാണ്. കാരണം പിതാവായ ദൈവം ഒഴികെ സകലതും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ സകലതുമാണ്, സകലതും. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. വാട്ട് എ വണ്ടർഫുൾ സ്റ്റേറ്റ്. അപ്പൊ അവൻ സകലത്തിലും സകലവുമാകേണ്ടതിന്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. റോമാലേഖനം 11:20 പറയാണ്, സകലവും അവനിൽ നിന്നും സകലവും അവനാലും സകലവും അവങ്കലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എത്ര 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 വാക്യങ്ങളിലാണ് ഈ ഗ്ലോറിയസ് ട്രൂത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 വാക്യം അവഗണിച്ചാൽ പിന്നെയും വാക്യങ്ങളുണ്ട്. 40 വ്യത്യസ്ത വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഈ ഗ്ലോറിയസ് ട്രൂത്ത് ന്യൂ ടെസ്റ്റമെന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ദൈവം എല്ലാവരുടെയും രക്ഷകനാണ്. സേവിയർ ഓഫ് ഓൾ, സകലവരുടെയും രക്ഷകനാണ്. അപ്പൊ ഒരു രക്ഷകൻ എന്ന് പറഞ്ഞാൽ അവൻ സകലവരുടെയും രക്ഷകനാണെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ, സകലവരുടെയും രക്ഷകന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ ആൾ പെർഫെക്റ്റ് സേവിയർ അല്ല. പെർഫെക്റ്റ് സേവിയർ അല്ല. സകലവരുടെയും രക്ഷകൻ, എല്ലാവരുടെയും രക്ഷകൻ, അങ്ങനെയാണ് തിരുവെഴുത്ത് വിളിക്കുന്നത്. എല്ലാവരുടെയും രക്ഷകൻ. അപ്പൊ എല്ലാവരുടെയും രക്ഷകനാണെങ്കിൽ എല്ലാവരുടെയും രക്ഷകന്റെ കയ്യിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാതെ പോയി എന്ന് പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. He is the savior of all people. Savior of all people. എല്ലാവരുടെയും രക്ഷകൻ. ചിലരുടെ രക്ഷകൻ അല്ല, എല്ലാവരുടെയും രക്ഷകൻ. എല്ലാവരുടെയും രക്ഷകനായ ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ എല്ലാവരുടെയും രക്ഷകനായതിനാൽ എല്ലാവരെയും അവൻ രക്ഷിക്കും. നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 10-ാം വാക്യമാണ്. 1 തിമോത്തിയോസ് 4:10. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ, സൃഷ്ടാവായ നല്ല എഴുതിയിരിക്കുന്നേ, സകലവരുടെയും സൃഷ്ടാവായ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമോ എല്ലാവരും സൃഷ്ടിച്ച ദൈവം, അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് നോ 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 നോ. അവിടെ എഴുതിയിരിക്കുകയാണ് എല്ലാവരുടെയും സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം. അപ്പൊ ഈ ദൈവം ആരാണ്? ദിസ് God is the savior of all people. നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെയാണോ സേവിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെയാണോ ആരാധിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെയാണോ ഗ്രഹിച്ചറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെയാണോ നിങ്ങളുടെ പരിചയക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്ന ദൈവം ഈ ദൈവമാണോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പെന്തക്കോസ്റ്റൽ സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ദയവായി മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള ദൈവസങ്കല്പം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ദൈവം ആരാണ്? എത്തരത്തിലുള്ള ഒരു ദൈവമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ദൈവം? എപ്രകാരമുള്ള ദൈവമാണ്? 1 തിമോത്തിയോസ് 4:10 ഞാനിപ്പോ വായിച്ചേ. ആ വാക്യത്തിൽ പറയുന്നു സേവിയർ ഓഫ് ഓൾ പീപ്പിൾ. അപ്പോസ്തലനായ പൗലൂസിന്റെ ദൈവം, അപ്പോസ്തലനായ പൗലൂസിന്റെ ദൈവം എല്ലാവരുടെയും രക്ഷകനാണ്.
ബലഹീനനും പാപിയുമായ എന്റെ ദൈവവും ആ ദൈവം തന്നെയാണ്. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മുടെ പ്രേക്ഷകർ എന്നാ പറയും? നിങ്ങൾ എന്നാ പറയുന്നു? നിങ്ങളുടെ ദൈവം ആരുടെ ദൈവമാണ്? പെന്തക്കോസ്തുകാരുടെ ദൈവമാണോ? പൗലോസ് ശ്ലീഹായുടെ ദൈവമാണോ? എന്റെ ദൈവം പൗലോസ് ശ്ലീഹായുടെ ദൈവമാണ്. പൗലോസ് ശ്ലീഹായുടെ ദൈവം ആരാണ്? സേവിയർ ഓഫ് ഓൾ പീപ്പിൾ. സേവിയർ ഓഫ് ഓൾ പീപ്പിൾ, സകല മനുഷ്യരുടെയും ദൈവം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെസ്, ഇസ് എ ഗോഡ് ഓഫ് ഓൾ പീപ്പിൾ. അത് നിങ്ങൾ സമ്മതിക്കും. ഈസ് എ ഗോഡ് ഓഫ് ഓൾ പീപ്പിൾ എന്ന് സമ്മതിക്കും. ദ ക്രിയേറ്റർ ഓഫ് ഓൾ പീപ്പിൾ, സകലരുടെ സൃഷ്ടാവാന്നുള്ള സമ്മതിക്കും. പക്ഷേ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ സമ്മതിക്കോ? 1 തിമോത്തി 4:10 എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. സേവിയർ ഓഫ് ഓൾ പീപ്പിൾ, എല്ലാവരുടെയും രക്ഷകൻ. അപ്പൊ എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് ഈ ദൈവമെങ്കിൽ ആ ദൈവ പരാജിതൻ എന്നാണ് ഇവർ പറയുന്നത്. കാരണം എല്ലാവരും രക്ഷപ്പെടത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം സർവശക്തനാണ്. താൻ രക്ഷകനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷകനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിച്ചിരിക്കും. He is not 90% God. He is not 80% God. He is not 70% God. He is 100% God. അതുകൊണ്ടാണ് 99 ആലയിൽ വിട്ടിട്ട് 1 കൂടെ തപ്പാൻ പോയി. ആ 1 കൂടെ കൊണ്ടുവന്നിട്ട് 100% ആക്കി അതിൽ മാത്രം സാറ്റിസ്ഫൈ ആകുന്ന ഒരു പിതാവിനെ പുത്രനായ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നിന്നെ കൂടെ ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും സംതൃപ്തിപ്പെടത്തില്ല. നീ മദ്യപാനിയായിരിക്കാം, നീ വ്യഭിചാരിയായിരിക്കാം, നീ ദോഷിയായിരിക്കാം, നീ കള്ളനായിരിക്കാം, സമൂഹത്തിൽ കൊള്ളരുതാത്തവനായിരിക്കാം, നീ ഒരുപക്ഷെ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, പാർസി ആയിരിക്കാം, ജൈനനായിരിക്കാം, സിഖ് മതക്കാരനായിരിക്കാം, മതരഹിതനായിരിക്കാം, അജ്ഞേയവാദിയായിരിക്കാം, നിരീശ്വരവാദിയായിരിക്കാം, യുക്തിവാദിയായിരിക്കാം, തീവ്രവാദിയായിരിക്കാം, ആരുമായിരിക്കാം. ദാറ്റ് ഡസന്റ് മാറ്റർ. തന്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെട്ട ഓരോ മനുഷ്യനെയും എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള സകലവരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാവരും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഈ ദൈവം ഇച്ഛിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഈ ദൈവം ഇച്ഛിക്കുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നു. ദൈവം ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും. കാരണം ഞങ്ങളുടെ ദൈവം ഇച്ഛിച്ചാൽ അത് നടക്കും. നിങ്ങളുടെ ലൊട്ടിലൊടുക്ക് ദൈവം ഇച്ഛിച്ചാൽ നടക്കത്തില്ല. നിങ്ങളുടെ കാര്യവും നടക്കത്തില്ല, നിങ്ങളുടെ പുള്ളിയുടെ കാര്യവും നടക്കത്തില്ല. ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഒരു ദൈവത്തെ. ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ്. ആ ദൈവം എന്തെങ്കിലും ഒന്ന് ഇച്ഛിച്ചാൽ അത് നടന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ദൈവം ഇച്ഛിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ മലദൈവത്തെയാണ് വിശ്വസിക്കുന്നത്, ഗോത്ര ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു. അപ്പൊ ദൈവം ഇച്ഛിച്ചു എന്താണ്? എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ. പാപം, ഇവരൊക്കെ എന്താ പ്രശ്നം? ചില മനുഷ്യരൊക്കെ പാപികളാണ്, അവരെല്ലാം ഭയങ്കര കുറവുള്ളവരാണ്. ബൈബിൾ പറയുന്നു നോ ഡിഫറൻസ്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്തു. All have sinned and come short of glory. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പൊ അതാണ് വേദപുസ്തകം പറയുന്നത്. അതിനകത്ത് നോ എക്സംഷൻ. എല്ലാവരും പാപം ചെയ്തു. നമ്മൾ റോമാലേഖനം എടുക്കുക. നമ്മൾ റോമാലേഖനം വായിച്ചുകൊണ്ടിരുന്നത് അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യം. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. റോമാലേഖനം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിങ്ങൾ മുമ്പേ
ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. വല്ല മനസ്സിലായോ? നിങ്ങളൊന്നുകൂടെ ഒന്ന് നോക്ക്. അതായത് ബൈബിൾ ഉള്ളവരെ എടുക്കണം കേട്ടോ. ബൈബിളൊന്നും മിക്ക വീട്ടിലും കാണത്തില്ലായിരിക്കും, ഉണ്ടെങ്കിൽ നോക്ക്. 1 റോമാലേഖനം 11:30. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അതായത് നിങ്ങൾ നോക്കും, കുറെ പേര് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നു, കുറെ പേര് വിശ്വസിക്കാതിരിക്കുന്നു, കുറെ പേര് സ്നാനപ്പെടാതിരിക്കുന്നു, കുറെ പേര് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, കുറെ പേര് പള്ളി വരുന്നില്ല, കുറെ പേര് ക്രിസ്ത്യാനികളല്ല. ഇങ്ങനെയൊക്കെ പലതായിട്ട് നിങ്ങൾ കാണുന്നു. ഓക്കെ, അതെല്ലാം നിങ്ങൾ കാണുന്ന. പക്ഷെ ഇതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അവരനുസരിക്കുന്നില്ല. ഇവിടെ മർമ്മം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് പറയാണ്, കുറെ മുമ്പ് അവരൊക്കെ അനുസരിച്ചു, ഇപ്പൊ അന്ന് നിങ്ങൾ അനുസരിച്ചില്ല, ഇപ്പൊ നിങ്ങൾ അനുസരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അവരനുസരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതിന്റെ ബോട്ടം ലൈൻ ഇതാണ്: ദൈവം. റോമാലേഖനം 11:32 വരച്ചു വെക്കണം കേട്ടോ എല്ലാവരും. ഞാൻ ബൈബിളിൽ വരയ്ക്കാറുണ്ട്. ഈ എന്റെ ബൈബിള് ക്ലീൻ ആയിരിക്കും എപ്പോഴും. നിങ്ങൾക്ക് എവിടെയെല്ലാം എഴുതി വെക്കുവോ എല്ലാം ചെയ്യാം. അപ്പൊ റോമാലേഖനം 11:32 ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. റോമാലേഖനം 11:32 കണ്ടോ? ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന്, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. എല്ലാവരെയും. ഒരു ജഡത്തിന് ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ കഴിയത്തില്ല. ഒരു ജഡത്തിനും ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ കഴിയത്തില്ല. അതിന് ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചിരിക്കുക. എന്തിനാണ് അടച്ചിരിക്കുന്നത്? കരുണ കാണിക്കുമ്പോൾ എല്ലാവരോടും കാണിക്കാൻ. ഇന്നലെ എന്നെ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ച പെന്തക്കോസ്ത് പാസ്റ്റർ ചോദിച്ച സംശയത്തിന്റെ ഉത്തരവാ പറയുന്നത്. നീറോയോട് കരുണ കാണിക്കുമോ? കാണിക്കും. ഹിറ്റ്ലറോട് കാണിക്കുമോ? കാണിക്കും. ഹെറോദാവിനോട് കാണിക്കുമോ? പിലാത്തോസിനോട് കാണിക്കുമോ? 4 ചോദ്യം എന്നോട് ചോദിച്ചത്. വേദപുസ്തകം പറയുന്നു എല്ലാവരോടും ദൈവം കരുണ കാണിക്കേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചിരിക്കുകയാണ്. ആർക്ക് പറയാൻ കഴിയും ഞാൻ അനുസരണക്കേടിലല്ല? I am an obedient person. No one can make such a boastful statement before the presence of God. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത്: എൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നു, സർവ കടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നെ. കണ്ടോ? ഓർത്തഡോക്സുകാരനറിയാം നിന്നെ വിളിപ്പാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും തീരുമ്പോൾ പ്രധാന കാർമ്മികൻ പറയുന്നത് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. ആ കുർബാന അർപ്പണത്തിൽ പറയുന്നു ഇപ്പോൾ 2 ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും ഇത് അണയ്ക്കുന്നു. Because their God is the God of all universe and savior of all people. സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെയും സകല മനുഷ്യരുടെയും രക്ഷിതാവായ ക്രിസ്തുവിനെയും ആരാധിക്കുന്ന പാരമ്പര്യമാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം. അതാണ് ഏറ്റവും പരിശുദ്ധവും കൃത്യവും സത്യവുമായ വിശ്വാസം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ. സർവകടങ്ങളും ആരാഞ്ഞ ആർക്ക് നിലനിൽപ്പാൻ കഴിയും? എന്റെ നേരെ ആക്രോശിക്കുന്ന, എന്നെ ക്രൂശിക്കാൻ നടക്കുന്ന, എന്നെ ദുരുപദേശി എന്ന് പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പുണ്യവാനായ പാസ്റ്റർ, പുണ്യവാനെ നിനക്ക് ദൈവസേനയിൽ നിൽക്കാൻ കഴിയുമോ? പൗലുസ്ലീഹ നോക്ക്, പൗലുസ്ലീഹയുടെ ലൈഫ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ
താൻ പറയാണ്, വലിയ പുള്ളിയായിരുന്നു, താർസോസിലെ കോടീശ്വരനായിരുന്നു, സാന്നിധ്യ സംഘത്തിൽ മെമ്പർ ആയിരുന്നു, ഗമാലിയലിന്റെ കാക്കിരുന്ന് പഠിച്ചവരായിരുന്നു. പുള്ളി ക്രിസ്ത്യാനിറ്റിയിലോട്ട് വലിയ സാറായിട്ട് ഇങ്ങനെ ആദ്യകാലത്തൊക്കെ എടാ മർക്കോസിനോട് എടാ ചെറുക്ക നിച്ച് ചൂടുവെള്ളം കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത്ര കുറഞ്ഞ ആളൊന്നുമല്ല, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിലും ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. പൗലോസ് ലേഖനം എഴുതുക. ബൈബിളിൽ കാണാം ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ്. കുറെ കഴിഞ്ഞ് പുള്ളി പറയാ, ആർക്കാരും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് അധികം വകയുണ്ട്. കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ പൗലോസ് പറയണ്ട, ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇവിടെ ആരുടെ ഇവിടെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ ഞാൻ ആരാന്നറിയാവോ? എനിക്ക് ഭയങ്കര സ്കോപ്പുള്ള ആളാണ്. അപ്പൊ ആർക്കാരും പ്രശംസിപ്പാൻ വകയുണ്ട്, എനിക്ക് അധികം. എന്താ പറയുക, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തിലുള്ള തീഷ്ണ നിമിത്ത സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയലിന്റെ കാൽക്കീഴിരുന്ന് പഠിച്ചവൻ, റോമാ പൗരത്വം ജന്മനാ സിദ്ധിച്ചവൻ, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. ഭയങ്കര എന്താ പുള്ളിയുടെ ക്രെഡൻഷ്യൽ പറയാണ്. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, 8-ാം നാളിൽ പരിച്ഛേദനേറ്റു. അതിന് പ്രോസലൈറ്റൈസ്ഡ് ജൂ അല്ലെന്ന് എന്ന് പറഞ്ഞാൽ മതം മാറി വന്ന മാർഗം കൂടിയവനല്ല. മനസ്സിലായല്ലോ? ജന്മനാ റോമാ പൗരൻ എന്ന് പറഞ്ഞാൽ ഈ ബൈ ബർത്ത് പുള്ളി ഒന്നാന്തരം എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ 8-ാം നാളിൽ പരിച്ഛേദനേറ്റെന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അപ്പൊ എബ്രായൻ ജനിച്ച എബ്രായനാണ്, 8-ാം നാളിൽ പരിച്ഛേദനേറ്റാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദനാണ്, ന്യായപ്രമാണത്തിലെ തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവനാണ്, ഗമാലിയലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവനാണ്, ജന്മനാ റോമ പൗരത്വം സിദ്ധിച്ചവനാണ്. കണ്ടോ, ഇത്രയും യോഗ്യതയുള്ളവൻ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. കുറെ കഴിഞ്ഞപ്പോ പൗലൂസ് മുന്നോട്ട് കർത്താവിന്റെ കൂടെ നടന്ന് കുറെ കഴിഞ്ഞപ്പോ പൗലൂസ് ലേഖനം എഴുതിയപ്പോ ഒന്ന് മയപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഞാന് ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്ക് കർത്താവ് പ്രത്യക്ഷനായി. കണ്ടോ, പൗലൂസ് പറയാണ്, ഐ ആം ആൻ അൺടൈംലി ബോൺ അപ്പോസ്റ്റൽ. ആദ്യം പറഞ്ഞത് ഞാൻ ഒട്ടും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ഒട്ടും കുറഞ്ഞവനല്ലെന്നാ. ഇപ്പൊ പൗലൂസ് എഴുതാണ്, ഐ ആം ആൻ അൺടൈംലി ബോൺ അപ്പോസ്റ്റൽ. ഞാനൊരു അകാല പ്രജയാകട്ടോ. കുറെ കഴിഞ്ഞിട്ട് പുള്ളി എഴുതി വരുമ്പോഴാണ്, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായി ഞാൻ ആണ്ട കിടക്കുന്നു. ഇപ്പൊ പുള്ളി അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായി. കുറെ കഴിഞ്ഞ് പുള്ളി പിന്നെ ലേഖനം എഴുതുക. അടുത്ത ലേഖനം എഴുതാൻ പറയാണ്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചിട്ടുള്ളവനാണ്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചനാകിയാൽ അപ്പോസ്തലൻ എന്ന വിളിപ്പേരിന് ഞാൻ യോഗ്യനല്ല. കണ്ടോ, മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ അപ്പോസ്തലൻ എന്ന വിളിപ്പേരിന് യോഗ്യനല്ല. അവസാനം റോമൻ കാരാഗ്രഹത്തിൽ മരണത്തിന്റെ കാലൊച്ച കാതോർത്ത് കിടക്കുമ്പോൾ അരിമ ശിഷ്യനായ തിമോത്തിയോസിന് താൻ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ ആ തൂലിക എടുത്തിട്ട് എഴുതി വെച്ചു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. I am the chief of all sinners. ആ പൗലൂസ് രക്ഷിക്കപ്പെടുമെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും രക്ഷിക്കപ്പെടും. That is the attestation of Paul, the apostle of Jesus Christ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ പാപിയാകുന്നു, നീ സ്വർഗരാജ്യത്തിന് അന്യനാകുന്നു നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, I am the chief of all sinners. പാപികളിൽ ഒന്നാമൻ. പൗലൂസ് ഉയർത്തപ്പെടുമ്പോൾ മുഴുവൻ മനുഷ്യവർഗവും ഉയർത്തപ്പെടുന്നു. കാരണം അവനാണ് ഏറ്റവും താഴെ. കർത്താവേ, ഞാനാണ് ഏറ്റവും താഴെ. പൗലൂസിനെ എടുക്കാതിരിക്കുന്നില്ല, പൗലൂസിനെ എടുക്കുക. ആ പാരമ്പര്യത്തിൽ നിന്നാണ് സുറിയാനി സഭയുടെ കുർബാനയിൽ പ്രധാന ആചാര്യൻ കൈമലർത്തി പറയുന്നത്, ഞാനോ ബലഹീനനും പാപിയുമാകും ദാസൻ. ഈ കോൺഗ്രിഗേഷനെ മൊത്തം ഞാൻ ക്യാരി ചെയ്യുന്നു, ഈ ദേശത്തെ മുഴുവൻ ഞാൻ ക്യാരി ചെയ്യുന്നു, ഈ നാടിനെ മുഴുവൻ ഞാൻ ക്യാരി ചെയ്യുന്നു. ആ കുർബാന നടക്കുന്ന അതിന് പരിസരത്തുള്ള മുഴുവൻ മനുഷ്യരെയും സ്നേഹിച്ച് അവരെ മുഴുവൻ ഉൾക്കൊണ്ട് അവരെ മുഴുവൻ ആലിംഗനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. എംപ്രൈസ് ചെയ്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായ, ഇത്രയും ഉദാത്തമായ, ഇത്രയും മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ, ഇത്രയും ദൈവസ്നേഹം സ്ഫുരിക്കപ്പെടുന്ന ഒരാരാധന വേറെയില്ല.
അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് നിങ്ങൾ ചാടി ശാപം പൊട്ടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ എത്രമാത്രം ശ്രേഷ്ഠമായ ഉദാത്തമായ ദൈവത്തെ ഹൃദയത്തുടുപ്പിന്റെ നേർ സ്പന്ദനമുള്ള പരിശുദ്ധമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന കുദാശകളെയും ശുശ്രൂഷകളെയും ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ശാപം പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി അയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നു സർവകടങ്ങളും ആരാഞ്ഞാൽ. കണ്ടോ, സർവകടവും ആരാഞ്ഞാൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ പാവിയാണ് ദോഷിയാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന. നിങ്ങൾ അവിടെയൊന്നും പോകരുത്, നമ്മൾ ആരാന്നറിയാവോ, നമ്മളങ്ങ് കൊമ്പത്തെയാണ് എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രോഗ്രസീവ് റെവലേഷന്റെ പിന്നക്കളിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ, വെളിപ്പാടുകളുടെ അത്യുച്ച കോഴിയിൽ കയറി നിന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ തൂലിയെടുത്തിട്ട് പറയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. എത്ര നേരം, എത്ര മണിക്കൂർ വേണേലും ഈ വാക്യത്തെ നോക്കിക്കൊണ്ടിരിക്കാം. ഈ 11-ാം അധ്യായം 32-ാം വാക്യം ഞാൻ ഒന്നുമില്ല. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ വാക്യം. പൗലൂസിന് അങ്ങനെ തന്നെയായിരുന്നു. അത് എഴുതിയിട്ട് പൗലൂസ് അടുത്ത എഴുതിയ എന്നാന്നറിയോ? അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ. പൗലോസ് അപ്പോസ്തലൻ അറിയാൻ മേലാത്ത ചോദ്യത്തിന് ഉത്തരവൊക്കെ നമുക്കുണ്ട്. നമുക്ക് അതിന്റെ ഉത്തരം അറിയാം. 3 ചോദ്യ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്നത്. 1, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? ഉത്തരം, അനിൽ കൊടിത്തോട്ടം. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? ഉത്തരം, ഏലിയാസ് കല്ലെടുപ്പിൽ. സകലവും അവന് മന്ത്രിയായിരുന്നവൻ ആര്? ഉത്തരം, മാത്യു ചെമ്പുകണ്ടത്തിൽ. 3 പേര് എനിക്ക് പ്രിയപ്പെട്ടവരോട്ടോ. പക്ഷെ ഇതൊക്കെയാണെന്ന വിധത്തിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന തിയോളജി. നിങ്ങൾ എന്നോട് ആർഗ്യൂ ചെയ്യുകയും നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കേസുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ആ കേസുകൾ അനുസരിച്ച് ഈ സ്ഥാനമാണ് നിങ്ങൾക്ക് ബൈബിളിൽ ഫിറ്റ് ആകുന്നത്. കർത്താവിന് മനസ്സറിഞ്ഞവനും കർത്താവിന്റെ മന്ത്രിയായിരുന്നവനും കർത്താവിന് വല്ലതൊക്കെ കൊടുക്കുന്നവനും. ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലുകാർ അതൊന്നുമല്ല. കൃപയാൽ ഞങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. നത്തിങ് എൽസ്. വി ഹാവ് നത്തിങ് ടു ബോസ്റ്റ്. ഞങ്ങൾക്ക് പോഴുവാൻ ഒന്നുമില്ല. കരുണ. കുറിയലൈസോൻ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു റിച്ച്ലി. ഇന്ത്യയിലുള്ളവർക്ക് ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. അമേരിക്കയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു. എല്ലാത്തരം ദുരുപദേശങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ മുഴുകുക. ആ സ്നേഹച്ചൂടിൽ, ആ മാർവിൽ പറ്റിയിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി. പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ, നിനക്കു സ്തുതി.
ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം.